എന്നറിയുമോ? നരകത്തിലെ ഏറ്റവും കഠിനമായ ശിക്ഷ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നത് കള്ളു കുടിക്കുന്നവനല്ല, വ്യഭിചരിക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, ശിർക്ക് ചെയ്തവനല്ല, വിശ്വാസമില്ലാത്തവനല്ല, മുനാഫിക്കിനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈമാനുള്ളവരെ കൊടുക്കത്തുള്ളൂ. ഈമാനുള്ളവന്റെ അടയാളമാണ് സക്കാത്ത് കൊടുക്കൽ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മുനാഫിക്കിന്റെ സ്വഭാവം ന്യായം പറയും. കടവുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ബുദ്ധിമുട്ട, പ്രയാസമാണ്. പെണ്ണുങ്ങൾ സ്വർണ്ണം ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല. ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തുണ്ടോ? ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല. പെണ്ണുങ്ങൾ പദം പിടിച്ചുകൊണ്ടിരിക്കുക. എന്റെ അടുത്ത് ഒരു സഹോദരി വിളിച്ചിട്ട് ചോദിച്ചു, ഏതോ ഒരു ഉസ്താദിന്റെ വഴല് കേട്ടു, ആ ഉസ്താദ് പറയുന്നു ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല. ഞാൻ ചോദിച്ചു, എത്ര പവനുണ്ടവർ? 101 പവനുണ്ട് ഉസ്താദ്. ഞാൻ കള്ളം പറഞ്ഞില്ല, സത്യം. 101 പവനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, 101 പവനും ധരിക്കോ? ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മാറിയിടുമെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സക്കാത്തുണ്ടോ? ഉണ്ടോ? ഇല്ല. 101 പവന് സ്വർണം ഉണ്ട്. എല്ലാം ധരിക്കാറുണ്ട്, മാറിയിടും. അപ്പൊ ധരിക്കുന്ന സ്വർണ്ണമല്ലേ സക്കാത്ത് കൊടുക്കണം. പൈസക്ക് സക്കാത്തുണ്ടോ? ഉണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്. കഴിഞ്ഞ റമദാൻ 27-ാം രാവിലെ തന്ന് എന്റെ അടുത്ത് 1 ലക്ഷം രൂപയുണ്ട്. ഞാൻ കൊണ്ട് ബാങ്കിലിട്ടു. ഈ വർഷം 27-ാം രാവായപ്പോ ആ 1 ലക്ഷം രൂപ എന്റെ അടുത്ത് ഉണ്ടെങ്കിൽ 2500 രൂപ ആർക്കുള്ളതാ? പാവപ്പെട്ടവന് കൊടുക്കാനുള്ളത്. 26-ന്റെ അന്ന് ഒരു ചെക്ക് എഴുതിയിട്ട് ഞാൻ പറഞ്ഞു, സുമയ്യ നീ എടുത്തോളി, ഈ 1 ലക്ഷം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ഭാര്യയ്ക്ക് എഴുതി കൊടുത്ത എനിക്ക് സക്കാത്ത് കൊടുക്കണോ? വേണ്ട. 1 വർഷം പൂർത്തിയായോ? 27,000 വർഷമാവും. 27,000 വർഷമാവും. 26-ന്റെ അന്ന് ഞാൻ എഴുതി കൊടുത്തിട്ട് പറഞ്ഞ് നീ എടുത്തോളാം, ഞാൻ നീ പൈസ ബന്ധമില്ല, നീ എടുത്തോളാം നോക്കി എഴുതി കൊടുത്തു. ഞാൻ സക്കാത്ത് കൊടുക്കണോ? അടുത്ത വർഷം 26-ാം രാവിലെ അന്ന് ഓൾ എഴുതി എനിക്ക് തന്നു, എന്നയക്കാ നിങ്ങൾ എടുത്ത ഓള് സക്കാത്ത് കൊടുക്കണം. ഇതേപോലെ ഈ ഞാൻ പറഞ്ഞത് 101 പവൻ. എടോ, ഒരു പെണ്ണ് ധരിക്കുന്ന സ്വർണത്തിനൊരു പരിധിയുണ്ട്. 2 കമ്മല്, മോതിരം, ചെയിന്, മാല, പാദസ്വരം, ഒരു പരിധിയുണ്ടോ? അതിൽ കൂടുതൽ ആരും ധരിക്കാറില്ലല്ലോ. അതിലേതെങ്കിലും ധരിക്കാറുണ്ടോ? ഇല്ല. ഒരു 10 അല്ലെങ്കിൽ 10 15 പവൻ ഒരു പെണ്ണ് ധരിക്കും. ബാക്കിയൊക്കെ പൂട്ടി വെക്കാറില്ലേ? ആ ബാക്കിയുള്ളതിലാണ് കൊടുക്കേണ്ടത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ന്യായം നിരത്തിയിട്ട് ഒരു പഴഞ്ചൊല്ലുണ്ട്, പൊട്ടനെ ചട്ടി ചതിച്ച ആ ചട്ടിയെ ദൈവം ചതിക്കും. ഈ 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ട്. ആ 1,22,500 രൂപ പാവപ്പെട്ടവന്റെ ക്യാമറ അടിച്ചാന്ന് വിചാരിച്ചവര് അത് പോയി. ആ പാവപ്പെട്ടവന്റെ 2,500 കൊടുക്കാതെ ഞാൻ പിടിച്ചു വെച്ച പിച്ചച്ചട്ടി കൈയിട്ട് വാരിയ ഈ 1 ലക്ഷവും പോയി കിട്ടും. അതാണ് അതിന്റെ നേട്ടം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മൊത്തവും പോകും. അല്ലെങ്കിൽ നീ എഴുതി വെച്ചോ, അല്ലെങ്കിൽ ഒന്ന് പരിശോധിച്ച് വയ്ക്കോ. മൊത്തവും ഇതിനാ നീ ചെയ്യുന്നത്. ആ 97,500 രൂപ നിന്റത്. 2,500 രൂപ നിന്റെ ഔദാര്യമൊന്നുമല്ല. നീ റമദാൻ ആയപ്പോ, റമദാന്റെ അവസാനത്തെ 10 ആയപ്പോ ബാങ്കിൽ പോയിട്ട് 100-ന്റെയും 50-ന്റെയും കുറച്ച് നോട്ട് കൊണ്ടുവന്ന് പെണ്ണുങ്ങളുടെ കൈ കൊടുത്തിട്ടുണ്ട്, വരുന്നവർക്ക് ഇങ്ങനെ വാരി കൊടുക്കാൻ. അത് സക്കാത്തല്ല. സക്കാത്താണോ? അത് സക്കാത്തല്ല. അത്